അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കുറേ സമ്പാദിക്കാനല്ല, എനിക്ക് പിന്നെ വീട്ടിൽ എന്നെപ്പോലത്തെ ഓരോ വീട്ടമ്മമാരും പ്രവാസിയായ എനിക്ക് കേട്ടോ, പ്രത്യേകിച്ചും മറ്റെല്ലാവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങാൻ പ്രത്യേക കാരണം, എല്ലാവരും ഓഫീസിലെല്ലാം പോയി വീട്ടിൽ ഈ കുക്കിങ് ക്ലീനിങ് മാത്രമായിട്ട് കഴിയുന്ന എനിക്ക് ആകെയുള്ള ചെറിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീഡിയോ ചെയ്യുക, അതിനെത്ര ആൾ നോക്കി, എത്ര ആൾ ലൈക്ക് ഇട്ട്, എത്ര ആൾ കമൻറ്റ് ചെയ്ത്, ആ കമൻറ്റ് വായിക്കാം, അത് മാത്രമൊന്നും അതിന് വേണ്ടിയിട്ട് മാത്രമൊന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും എല്ലാം കൊണ്ട്. പിന്നെ എനിക്കറിയാം ഇഷ്ടം പോലെ ആൾക്കാർ നല്ല നല്ല വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോക്കൊന്നും വലിയ എൻ്റെ ചാനലങ്ങ് വലുതായി ഉണ്ട്, പിന്നെ കുറേ സബ്സ്ക്രൈബറും കുറേ വരുമാനം കിട്ടുമെന്ന് അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഈ ചെറിയ എൻ്റെ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. ഇത് മാത്രമൊന്ന് എനിക്ക് പാവപ്പെട്ട എനിക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ കണ്ണൂർ പത്തലുണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു കണ്ണൂർ പത്തലുണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന് അവർക്കുണ്ടാക്കാൻ. അപ്പം ഇതുപോലത്തെ നല്ല സോഫ്റ്റ് പത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കാൻ നല്ല പണിയല്ലേ. ആ തിളച്ച വെള്ളത്തിൽ പൊടിയിടണം, പച്ചരിപ്പൊടി, എന്നിട്ട് അത് വാട്ടിയെടുക്കണം, കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. അത്രയൊന്നും പണിയില്ല കേട്ടോ എൻ്റെ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് കണ്ണൂർ പത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പത്തലുണ്ടാക്കാൻ ഒരു പ്രത്യേക തരം പൊടി വേണം, കണ്ണൂർ പത്തലിൻ്റെ പൊടി. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അരി കഴുകി ഉണക്കിയിട്ട് പൊടിക്കാൻ കൊണ്ടുപോക്കാൻ മില്ലാരോട് പത്തൽ പൊടി എന്ന് പറഞ്ഞാൽ അവർ പൊടിച്ചു തരും. അതെല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല, നമ്മൾ കണ്ണൂരുണ്ട് കേട്ടോ. അങ്ങനെ ഈ പത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം 1 കപ്പ് പച്ചരിയും 1 കപ്പ് വെള്ളക്കുറുവയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളക്കുറുവ എടുത്തിട്ടുണ്ട്. വെള്ളക്കുറുവ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഏതെങ്കിലും ചോറ് വെക്കുന്ന അരി ആയാലും മതി കേട്ടോ. അങ്ങനെ പിന്നെ ആ അരി തിളച്ച വെള്ളത്തിലിട്ട് അടച്ചു വെക്കണമെന്നില്ല, അങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം 2-3 മണിക്കൂർ ആ വെള്ളം തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെ തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം, തരിപ്പില്ലാതെ അരച്ചെടുക്കണം. തരിപ്പുണ്ടായാൽ ഇതുപോലെ പൊള്ളി വന്നിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കൂല, പത്തലിൻ്റെ ആ തോല് കാണുന്നില്ല, അതുപോലെ ആവില്ല. ഇങ്ങനെ നമുക്ക് നന്നായി കഴുകി അരച്ചെടുക്കാം. ഇതുപോലെ കഴുകി ഉപ്പ് ചേർക്കണേ, ഉപ്പ് ചേർത്തിട്ട് അരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരക്കുക, അല്ലെങ്കിൽ നമുക്ക് മാവ് കുഴക്കുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഈ പൊടിയിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഈ പൊടി ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണ്ടേ, ഇതുപോലെ അരി വെള്ളത്തിലിട്ട് 4 മണിക്കൂറോ എപ്പോൾ ഒന്ന് ആ വെള്ളം തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് നന്നായി തരിപ്പില്ലാതെ അരച്ചിട്ട് ഒരു കോട്ടൺ ക്ലോത്തിൽ ഒഴിക്കാൻ, ആ വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ 1, 2, 3 ക്ലോത്ത് വിരിച്ചിട്ട് അതിൽ നമുക്ക് ഈ അരച്ച മാവ് ഒഴിച്ച്, പിന്നെ അതിൻ്റെ മേലും ഒരു നല്ല ക്ലീനില്ല ക്ലോത്ത് ഇങ്ങനെ മേലും വിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു 10-20 മിനിറ്റ് മതിയെന്ന് തോന്നുന്നു. അങ്ങനെ ഉണക്കിയെടുത്തിട്ട് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. ഈ അരി നമ്മൾ ക്ലോത്തിൽ ഒഴിച്ചിട്ട് ഉണക്കിയെടുക്കുന്ന അരിയാകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ വേവുള്ള അരിയാണെങ്കിൽ വെന്താലും പോകാത്ത അരി ഉണ്ടാവില്ല, അങ്ങനത്തെ മഞ്ഞ അരിയാണെങ്കിൽ നമുക്ക് ഇതാവില്ല കേട്ടോ, ഉണങ്ങുന്നില്ല. ഞാൻ 2-3 വട്ടം അങ്ങനെ ചെയ്തിട്ട് കണിഞ്ഞു പോയിനെ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അങ്ങനെ ഞാൻ ഈ അരി കുഴച്ച് വെച്ച്, എൻ്റെ അടുത്ത് ആ പൊടിയുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ലോത്തിലൊന്നും വയ്ക്കുന്നില്ല. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. പിന്നെ ഞാൻ കറിയാക്കിയിട്ട് ഇത് ചൂടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ലേ, നമ്മ ഉള്ളി കുറേ കിട്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈസി തന്നെ ഫ്രിഡ്ജിൽ നിന്ന് അത് ഒരു 2-3 സ്പൂൺ എടുത്തിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തൊട്ട് തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ഇങ്ങനെ ഏത് കറി വെക്കുമ്പോൾ വേഗം എടുത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉണ്ടാക്കാൻ അത് വഴറ്റിയെടുക്കാൻ 2-3 മണിക്കൂർ ഞാൻ പെടാപ്പാട് വെട്ടിനെങ്കിലും ഇപ്പം നല്ല ഈസിയായി. അങ്ങനെ ഞാൻ ചിക്കനിൽ മുളക്, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അതിട്ട് കൊടുത്ത് പിന്നെ ആ മുളക് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെന്തതിന് ശേഷം തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്ത്, തേങ്ങയിൽ പിന്നെ പച്ചമുളകും ജീരകവും മാത്രം ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയ ഒരു ഉള്ളിൻ്റെ പീസ് ഇടുന്നെങ്കിൽ അതുകൂടെ ടേസ്റ്റാണ്. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ എൻ്റെ കറി റെഡിയായി. ഇനി പത്തലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ അരിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുഴച്ചപാട് തന്നെ ചൂടാ. ഞാൻ കറി ആക്കിയതിന് ശേഷം ചൂടാന്ന് വിചാരിച്ചിട്ട് അടച്ചു വെച്ചതാണ്. ഇങ്ങനെ കൈക്ക് കുറച്ച് ഓയിൽ തൊട്ടിട്ട് നമുക്കിത് നന്നായി ഉരുളകളാക്കാം. കൈ കൊണ്ട് നന്നായി ഉരുളായി ആക്കണം. ഉണ്ടല്ലേ, ഇതുപോലെ നന്നായി ഉരുളകളാക്കിയിട്ട് നമുക്ക് ഒരു കവറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചോ ഇതുപോലെ പരത്തിയെടുക്കാം. നമുക്ക് എത്ര വണ്ണം വേണ്ടി അതിനനുസരിച്ചിട്ട്. ഇവിടെ നമുക്ക് നേരിയ നല്ല തിന്നായ പത്തല എല്ലാവരും കഴിക്കൊണ്ട് ഞാൻ നന്നായി പരത്തുന്നുണ്ട്. എന്നാലാണെങ്കിൽ നമുക്ക് ആ പത്തിരി ഇഷ്ടമല്ല കേട്ടോ. ആ പത്തിരി നല്ല നേരിയതാണെങ്കിലും നെയ്സ് പത്തിരി എന്നാലും ഒരു പൊടി ഇങ്ങനെ തറക്കുന്ന മാതിരിയായിട്ട് നമുക്ക് ആർക്കും അത് ഇഷ്ടമല്ല. ഇത് നമ്മൾ ഇങ്ങനെ പത്തലുണ്ടാക്കിയിട്ട് തേങ്ങപ്പാലിലൊന്ന് ഡിപ്പ് ചെയ്യും കേട്ടോ. പത്തല് തേങ്ങപ്പാലിൽ ഡിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ കഴിക്കേണ്ടി വരും. തേങ്ങപ്പാലിൽ ഡിപ്പ് ചെയ്ത പത്തൽ അന്ന് തന്നെ കഴിച്ച് തീർക്കണം, അല്ലെങ്കിൽ പിന്നെ രാവിലത്തേക്ക് കേടായിപ്പോൾ. ഫ്രിഡ്ജ് വെക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ ഞാൻ പിന്നെ തേങ്ങാപ്പാലിലൊന്നും ഡിപ്പ് ചെയ്യുന്നില്ല, നമ്മിങ്ങനെ കഴിക്കല്. ഇത് ഒരു നല്ല കാസ്ട്രോളിൽ ഇട്ട് വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് പത്തലാവും. എൻ്റെ ഉമ്മയെല്ലാം പിന്നെ പുതിയ ആപ്പിളൊക്കെ കൊടുക്കുന്ന പത്തലെല്ലാം തേങ്ങാപ്പാലിലെല്ലാം ഡിപ്പ് ചെയ്ത് നല്ല സോഫ്റ്റ് പത്തൽ, കാണാൻ നല്ല വെളുത്ത നല്ല വൃത്തിയിൽ പത്തലായിരിക്കും. എങ്ങനെ ഉണ്ടാക്കല്. ഇങ്ങനെ എൻ്റെ ചിക്കൻ കറിയും പത്തലും ഇവിടെ റെഡിയായി. നമ്മൾ കോട്ടൺ ക്ലോത്തിൽ ഇടുന്നില്ലെങ്കിൽ, ഒഴിച്ച് വെക്കാനും വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ ഈ അരച്ച മാവ് ഒരു പാനിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. വെള്ളം വറ്റിച്ചെടുത്തിട്ട് അങ്ങനെയും ചൂടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അരിപ്പൊടി തീർന്ന ദിവസം അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതുപോലെ പത്തലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്, മഅസ്സലാമ, താങ്ക് യു.